സിനിമ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഉണ്ട്, കുറച്ചധികം റിലീസുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമയുടെ പൂജയും കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോർജ് കുട്ടി വീണ്ടും വരാൻ പോവുകയാണ്. ഓൾറെഡി തന്നെ ജീത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു, ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ മറ്റു രണ്ട് പാർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവമല്ല, നേരെ മറിച്ച് കുറച്ചുകൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പല ഡയറക്ടർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കതിനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ദൃശ്യം 3 ഒരു ത്രില്ലർ മോഡലായിരിക്കും, പക്ഷേ ഒരുപക്ഷെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ അപേക്ഷിച്ച് അതിൻ്റെ വേരിയേഷൻ, ആ മോഡ് ഓഫ് വേരിയേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ജോർജ് കുട്ടി ഷൂട്ടിങ്ങിലാണ്. മമ്മൂട്ടിയുടെ ഇനിയും വരാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. അതായത് മമ്മൂട്ടിയുടെ ഒരു പ്രതിനായക വേഷം, പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആ ഒരു വേഷം തന്നെ, മമ്മൂട്ടിയുടെ ഒരു പ്രതിനായക വേഷം. അപ്പോൾ വിനായകൻ മമ്മൂട്ടി കോമ്പയിൽ വരാൻ പോകുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ആദ്യ റിലീസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 9 ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ കാരണം ആ ഒരു റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ഡേറ്റ് ഉടൻ തന്നെ പറയുന്നതാണ്. ഇപ്പോഴെല്ലാം 4K റിലീസിൻ്റെ കാലഘട്ടമാണല്ലോ. പഴയ സിനിമകളെല്ലാം 4K HD റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്ത മോഹൻലാൽ സിനിമകളാണ്. ഇപ്പോൾ വീണ്ടും ഇതാ മറ്റൊരു മോഹൻലാൽ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. രാവണപ്രഭു 4K HD റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 10 ഈ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത്. പവൻ കല്യാൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ പ്രവേശനത്തിന് ശേഷം വന്ന സിനിമയാണ് OG എന്ന് പറയുന്നത്. ദേ കോൾ ഹിം OG എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആദ്യ ദിനം തന്നെ ഏകദേശം 100 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വമ്പൻ ഹിറ്റുമായിട്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ അത്ര ഗ്യാപ്പ് എടുത്തിട്ട് പോലും ഈ ഒരു സൂപ്പർ സ്റ്റാറിന് അത്രയും സ്റ്റാർഡം കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സിനിമ കൂടിയാണ് OG എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ആദ്യ ദിനം തന്നെ 100 കോടി കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ഷെയ്ൻ നിഗത്തിൻ്റെ 25ാമത്തെ സിനിമയാണ് ബാൾട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും ഇന്ന് റിലീസായിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ്. മലയാളത്തും തമിഴത്തും ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന സിനിമയാണ്, സൈമിൾട്ടേനിയസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ് ബാൾട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കും ഏറെ പ്രതീക്ഷകളുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ആക്ഷൻ സിനിമയാണ് കരം എന്ന് പറയുന്നത്. അപ്പം കരവും റിലീസായിട്ടുണ്ട്. മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്കും കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പോകുന്ന സിനിമയാണ്. അതിൽ നിന്ന് അദ്ദേഹം വിഭിന്നമായി ചെയ്ത രണ്ട് സിനിമകളേ ഉള്ളൂ. ഒന്ന് തിര, രണ്ട് കരം. ഈ കരത്തിന് ഗംഭീര റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആക്ഷൻ സീക്വൻസിനൊക്കെ മനോഹരമായ റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.